ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ വാഹനങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന കസ്റ്റംസ് ഇന്നും തുടരും. സംസ്ഥാനത്ത് ഇനിയും ഇത്തരത്തിൽ വാഹനങ്ങളുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കസ്റ്റംസിന്റെ പക്കലുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ പരിശോധനകൾ നടത്താനാണ് തീരുമാനം. നിലവിൽ പിടികൂടിയ വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് അൻമരിയ സണ്ണിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അൻമരിയ, വെരി ഗുഡ് മോർണിംഗ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ, കൂടുതൽ വകുപ്പുകൾ, കേന്ദ്ര വകുപ്പുകളൊക്കെ ഇങ്ങോട്ട് വരുന്നു. അതായത് ED വരുന്നു. അതുപോലെ തന്നെ GST വെട്ടിപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ GST വകുപ്പ് ശ്രമിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണോ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൂടുതൽ ഏജൻസികൾ, അത് ED ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ രേഖകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ലഭ്യമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഇന്നലെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്നതും അതുമായി ബന്ധപ്പെട്ടിട്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തതും നമ്മൾ കണ്ടതാണ്. ഈ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റംസ് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ നൽകിയിരിക്കുന്ന നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രേഖകൾ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും കൂടുതലായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നത്. അതിനെ തുടർന്നാണ് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്നത്. വിവിധ നിയമപരമായിട്ട് വിവിധ ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, വിവിധ വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ED ഈ അന്വേഷണത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ED മാത്രമല്ല, വിവിധ കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുമെന്നാണ് കസ്റ്റംസുമായി ബന്ധപ്പെടുമ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പരിശോധനകൾ, വാഹനത്തിന്റെ വിവിധ പരിശോധനകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായിട്ട് നടക്കും. വാഹനങ്ങൾ പിടികൂടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ പരിശോധനകൾ നടക്കുന്നത് വിവിധ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ കസ്റ്റംസിന് ഇവർ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. ഈ രേഖകളുടെ എല്ലാം അടിസ്ഥാനത്തിലും അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന സൂചനകളുടെ എല്ലാം അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ പരിശോധനകൾ നടക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ ഇവിടെ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധനകൾ നടക്കുന്ന സമയത്ത് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഏകദേശം 30-ലധികം ഇടങ്ങളിലായിട്ട് ഈ പരിശോധനകൾ നടന്നതാണ്. ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനങ്ങൾ പിടികൂടുന്നത്. ഏകദേശം ഇതിനടുത്ത് തന്നെ വാഹനങ്ങൾ പരിശോധിച്ച സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഈ പിടികൂടിയ വാഹനങ്ങൾക്ക് നോട്ടീസ് നൽകും. അത് ദുൽഖർ സൽമാൻ ഉൾപ്പെടെ ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകും. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടരന്വേഷണം മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ തുടർ നീക്കവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.